തൃശ്ശൂർ ജില്ല ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം. ഇഞ്ചോടിഞ്ച് മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. അവിടെ കരുത്തനായ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ NDA അവതരിപ്പിക്കുന്നു. അവിടെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ സ്വീകാര്യത കൃത്യമായി തന്നെ കാണാൻ കഴിയും. രണ്ട് മണ്ഡലങ്ങളിലെ ഇരിങ്ങാലക്കുട ആളൂർ മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ നിരവധി ആളുകളായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തെ സ്വീകരിക്കാനും എല്ലാം എത്തിയത്. എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയൊരു സ്വീകരണം. അതുതന്നെയാണ് ആ ഒരു വിജയ പ്രതീക്ഷയുടെ കാതലായ ഒരു ചിന്ത എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരു സ്വീകരണം തന്നെയാണ്. NDAയുടെ വികസന നേട്ടങ്ങൾ തന്നെയായിരിക്കും അവിടെയും പ്രധാനമായും ചർച്ചയാവുകയെന്ന് സൂചിപ്പിക്കുകയാണ് NDA നേതൃത്വം. അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് സുരേഷ് ഗോപി. നാളെയാണ് കൊട്ടിക്കലാശം നടക്കുക. ഓരോ സ്ഥലങ്ങളിലേക്കും എത്തുമ്പോൾ സ്ഥാനാർത്ഥിക്ക് ജനങ്ങളോട് പറയാനുള്ളത് വികസനത്തെക്കുറിച്ചാണ്. മുരടിച്ചുപോയ തൃശ്ശൂരിന്റെ വികസനം അതുതന്നെയാണ് എല്ലായിടത്തും ചർച്ചയാകുന്നതും. പ്രചാരണ രംഗത്ത് NDA കുതിക്കുമ്പോൾ ഇടതു വലതു മുന്നണികൾ കിതയ്ക്കുകയാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുകയാണ് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ രണ്ട് കൂട്ടരും BJPയോട് മത്സരിച്ച് കിതയ്ക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതേ സമയത്ത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സമാജസ്നേഹിയായ സമർപ്പണ ബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു സ്ഥാനാർത്ഥിയെ അണിനിരത്തി BJP മുന്നോട്ട് പോകുമ്പോൾ അതൊരു കുതിപ്പായി മാറുകയാണ്. രണ്ട് മുന്നണികളും, അതായത് ഇടതു വലതു മുന്നണികൾ കിതയ്ക്കുമ്പോൾ NDA കുതിക്കുകയാണ്. ജനങ്ങളെ മിക്കവാറും ഈ മണ്ഡലത്തിലെ 14 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിൽ നേരിട്ട് അവരുടെ വീടുകളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ ഇതിനകം 2, 3, 4 തവണയായി സമ്പർക്കം നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവസാന വട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വീണ്ടും ഈ സമ്പർക്ക പരിപാടിയിൽ നമ്മുടെ പ്രവർത്തകർ മുഴുകിയിരിക്കുകയാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ നാളെ കൊട്ടിക്കലാശം നടക്കുമ്പോൾ അതൊരു ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ജനങ്ങൾ മുഴുവൻ BJPയെ വളരെ പ്രതീക്ഷയോടെ കാണുന്നു എന്നുള്ളതാണ് ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസം. ഇടതു വലതു മുന്നണികളുടെ വാഗ്ദാനങ്ങൾ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുവെന്നും വികസനമെന്നാൽ അത് പ്രാവർത്തികമാക്കേണ്ടതുമാണെന്നുമാണ് NDA വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപായുള്ള കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കത്തിലാണ് NDA ക്യാമ്പുകളും. വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരും. കൊട്ടിക്കലാശം അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടിക്കലാശം തീർച്ചയായിട്ടും തൃശ്ശൂരിനെ വരെ കാണാത്ത രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം. കാരണം പ്രചരണ രംഗത്ത് തന്നെ നമുക്കറിയാം, പതിവിലും വിപരീതമായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അണിനിരക്കുന്നത്, നരേന്ദ്രമോദിക്ക് വേണ്ടി അണിനിരക്കുന്നത് അത്രയും അധികം സ്ത്രീകളാണ്. അപ്പം സ്ത്രീകളുടെ ഒരു വലിയ സുരേഷ് ഗോപി സർ വന്നിറങ്ങിയ ഒരു നിമിഷം നമുക്കറിയാം. അതിലും അപ്പുറം ആവേശം വിതർന്ന രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയായിരിക്കും തൃശ്ശൂർ നേരിടാൻ പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജാതി മത വർണ്ണ വർഗഭേദമില്ലാതെ എല്ലാ ജനങ്ങളും പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ജനസ്വീകാര്യതയിൽ NDA നേതൃത്വവും വലിയ പ്രതീക്ഷയിലാണ്. ജനം, തൃശ്ശൂർ.